98 ആയടാ. One lakh. Yes. Yo. Don't cry. One lakh. ഞങ്ങളങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഒന്ന് 1 lakh ആവാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ മോക്ക് സ്കൂളിൽ ആനുവൽ ഡേ ഉണ്ടായിരുന്നു. 3 മണിയാകുമ്പോൾ അവളെ സ്കൂളിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ട് വരണം. അപ്പോൾ ഈ 250 എങ്ങാണ്ടായപ്പോഴാണ് നമുക്ക് 1 lakh അടിക്കുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യാമായിരുന്നേ, കാരണം കുഞ്ഞില്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് എന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 250 ആയപ്പം നമുക്ക് 1 lakh അടിച്ചു. പെട്ടെന്ന് റെഡിയായി സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്ന പോലും. ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, മോക്ക് മാത്രമായിട്ട് ലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അവൾക്ക് കൊടുത്തിട്ടാണ് വിട്ടത്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇൻഷഫ് റെസ്റ്റോറൻറ്റിൽ പോയി ലഞ്ചൊക്കെ കഴിച്ചു. അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ബിരിയാണി വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് റെഡി ആവാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ 5 മണിയാകുമ്പം അവർ സ്കൂളിൻ്റെ ആനുവൽ ഡേ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ എത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. പിന്നെ റെഡി ആവാൻ തുടങ്ങി. റെഡി ആകുമ്പോഴാണ് ഞാൻ ആലോചിച്ച് ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുന്നവർ സമ്മതിക്കണം കേട്ടോ. എന്ത് ബുദ്ധിമുട്ടല്ലേ ക്യാമറ നോക്കിയിട്ട് ഒരുങ്ങാന്ന് വെച്ചാൽ. ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് ഒരുങ്ങി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി ഒരുങ്ങിയെടുത്തു. അപ്പോൾ നമ്മൾ നേരെ സ്കൂളിലേക്ക് പോയി. എന്നിട്ട് അവിടുത്തെ അധികം വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വഴി ഒന്നാമത് കാര്യം എടുത്തിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ അന്ന് രാത്രി വീട്ടിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആകുമ്പോഴാണ് അവർ പോയത്. അപ്പോൾ രാത്രിയാണ് വന്നത്. അവർ നേരെ സ്കൂളിലേക്ക് വരിക ചെയ്തത്. മോളെ കാണാൻ വേണ്ടി, മോളെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ, ജാപ്പനീസ് സോങ് ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇൻ കേസ് ഫോട്ടോസൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ പിന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ പിറ്റേ ദിവസം രാവിലെ ഒക്കെ ആകുമ്പോൾ പോയി. അത് കഴിഞ്ഞ് കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയി. ഇത് ഫോട്ടോ കേക്കാണ് കേട്ടോ, ഇവിടെ അമ്മാസ് പേസ്ട്രീസ് ഉണ്ടാക്കിയതാണ്. വിദ്യാരണ്യപുരമല്ല, അമ്മാസ് പേസ്ട്രീസ്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട ഡിസൈനൊക്കെ കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്തതാണ്. അതും മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. കേക്ക് കട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയ കേക്ക് കട്ടിങ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. 100K family, love you all. ദൈവത്തിനോട് ഞാൻ വിഷ് ചെയ്തോണ്ടിരിക്കുന്നു. കുറേ വിഷയങ്ങൾ എന്തിനാ? To get your surprise. Oh my God, so emotional. എന്തോ ഓക്കെ, നമുക്ക് എല്ലാവരോടും താങ്ക് യു പറഞ്ഞേടാ. എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരോടും താങ്ക് യു പറഞ്ഞു. Thank you all. താങ്ക് യു ഓൾ. Thank you all. എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഈ തന്ന സപ്പോർട്ടിനും. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കോംപ്ലിമെന്റ്സ് വരുന്നുണ്ട്. അതേപോലെ ഒരുപാട് കൺഗ്രാറ്റുലേഷൻ മെസ്സേജസ് വരുന്നുണ്ട്. എല്ലാവരും മെസ്സേജ് അയച്ച എല്ലാവർക്കും, കമന്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, സെലിബ്രേഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് നിഷയുടെ, ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണിത്. അപ്പോ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ചെറിയൊരു ഫാമിലി കേക്ക് കട്ടിംഗ് ആണ്. അധികം ആൾക്കാരൊന്നുമില്ല, പക്ഷെ എന്നാലും ഹാപ്പി ആയിരിക്കട്ടെ. ഇനി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോ എക്സ്പെക്ടിങ് യുവർ സപ്പോർട്ട് അല്ലേ. വീണ്ടും നിഷ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. മുകളിലോട്ടല്ല, മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇതാ 1,00,000 സബ്സ്ക്രൈബേഴ്സുമായി മുന്നോട്ട് പോകുന്ന നിഷയുടെ ചാനലിന്റെ കേക്ക് കട്ടിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. വിളിക്കുന്നു. കേക്ക് കട്ടുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയ ജാൻവിക്കയാണ്. കൺഗ്രാറ്റുലേഷൻസ്, സെലിബ്രേഷൻസ് going on. ക്രീം മാത്രം. അച്ഛൻ മൈദ കഴിക്കത്തില്ല, അതുകൊണ്ട് കേക്ക് കഴിക്കില്ല. 1 lakh. Hey, not for you. It is for the YouTuber Nisha. Hey, Chichu celebrating 1 lakh subscribers. Yo. Hey, chief guest.
യൂട്യൂബിനെ കട്ട് ചെയ്ത് പീസാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ് സെലിബ്രേഷൻ കഴിഞ്ഞു കേട്ടോ. നന്ദിയാരോടു ഞാൻ കൊടുക്കേണ്ടതാ. നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു. പാടാനുണ്ടോ? ഒരു പീസ് കൂടി കഴിച്ചു. അപ്പം അതേപോലെ നമുക്ക് എന്തെങ്കിലും ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പുറത്ത് പോകാറുണ്ട്. ഒന്നെങ്കിൽ ലഞ്ച് കഴിക്കാൻ അല്ലെങ്കിൽ ഡിന്നർ കഴിക്കാൻ പുറത്ത് പോകും. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യം പുറത്ത് പോവാണ്. പിന്നെ ഇന്ന് വീക്കെൻഡും കൂടിയാണ്. വീക്കെൻഡ് ആയാലും നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് പുറത്ത് പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളൊന്ന് പുറത്ത് പോയേക്കാണില്ല ഡിന്നർ കഴിക്കാനായിട്ട്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്, പാകശാല എന്ന് പറയും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വാക്കബിൾ ഡിസ്റ്റൻസുകളിലെ. അപ്പോൾ അവിടെയായിരുന്നു നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയത്. പിന്നെ ചെന്ന് കയറുന്ന എന്നോട് മോള് പറഞ്ഞു, അമ്മ എനിക്ക് ഐസ്ക്രീം മതി, വേറെ ഒന്നും വേണ്ട കഴിക്കാനായിട്ടെന്ന്. പിന്നെ ഇവർക്ക് കുറേ ആയി ഞങ്ങളൊന്നും ഐസ്ക്രീമോ അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ. കാരണം എന്ന് വെച്ചാൽ ആനുവൽ ഡേ ഉണ്ട് ഒന്നാമത്, രണ്ടാമത്തെ കാര്യം വെതർ ശരിയില്ലാത്തതുകൊണ്ട് കോൾഡ് വരും എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഐസ്ക്രീമോ അല്ലെങ്കിൽ തണുത്തോ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കുറേ മാസമായി കേട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനുവൽ ഡേ കഴിയട്ടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഐസ്ക്രീം, ഒറ്റ ഐസ്ക്രീം മാത്രം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞു, അമ്മ ആ ഒരു ഐസ്ക്രീം എനിക്ക് മേടിച്ചാൽ എനിക്ക് വേറെ ഒന്നും വേണ്ട, വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് അവളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത മഷ്റൂം ടിക്ക വന്നു. അത് കണ്ടപ്പോഴത്തേന് മോക്ക് വേണം. കാരണം എന്ന് വെച്ചാൽ അവൾക്ക് മഷ്റൂമേ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ മഷ്റൂം ടിക്ക എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളെന്താ എന്നോട് പറയാതിരുന്നത് ഇത് മേടിക്കുന്നത്, ഇതെൻ്റെ ഫേവറേറ്റ് അല്ലേ, അപ്പോൾ നിങ്ങൾ പറയണ്ടേന്നാൽ ഞാൻ ഐസ്ക്രീം ലാസ്റ്റ് അല്ലേ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഓർഡർ ചെയ്യുമ്പോൾ ഇനി പറയണേ അമ്മ, എന്നാലും ഞാൻ ലാസ്റ്റ് ഐസ്ക്രീം മേടിക്കത്തോളാം അമ്മ എന്ന് പറഞ്ഞിട്ട് അവളും അങ്ങനെ ആസ്വദിച്ച് മഷ്റൂം ടിക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് വെജ് കോലാപ്പൂരിയും ബട്ടർ റൊട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, തന്തൂർ റൊട്ടി ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ റൊട്ടിയും തന്തൂർ റൊട്ടിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വെജ് കോലാപ്പൂരി വന്നിട്ട് സ്പൈസി അല്ല, പക്ഷേ ടേസ്റ്റ് വൈസ് ഓക്കെയാണ്, കുഴപ്പമില്ല. എന്നാലും നമുക്ക് വെജ് കോലാപ്പൂരി കാണുമ്പോൾ ഗോവയിൽ വെച്ച് കഴിച്ചത് ഓർമ്മ വരത്തുള്ളൂ. കാരണം അവിടെ വെച്ച് ഒരു വെജ് കോലാപ്പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡിന്നറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.